ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ PCOD റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആളുകൾ ഈ PCOD പ്രശ്നമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ വീഡിയോയുടെ താഴെ കമൻറ്റ്സ് വന്നപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി. PCOD റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ ഫസ്റ്റാണ് ഞാൻ നമ്മുടെ ചാനലിൽ ഹെൽത്ത് വൈസ് ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരുപാട് നല്ല റെസ്പോൺസ് വന്നു. PCODയുള്ള ഒരുപാട് ആളുകൾ അവരുടെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്തു താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട്. അത് ഒരുപാട് ഇപ്പം എൻ്റെ റീസെൻറ്റ് വീഡിയോസിൻ്റെ വ്യൂസ് ഒക്കെ എടുത്ത് നോക്കി ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് വ്യൂസ് ഉള്ള വീഡിയോ എന്നല്ല പറഞ്ഞത്, പക്ഷെ നമ്മുടെ ചാനലിലെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ആളുകൾ കണ്ട് കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞ് നമ്മൾ കുറച്ചും കൂടി ഇൻട്രാക്ട് ചെയ്തൊരു വീഡിയോ എന്ന് പറയുന്നത് PCODയുടെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ PCOD ജേർണി ആട്ടോ പറഞ്ഞു. 2018 മുതൽ ഇത്രയും വർഷം 9 വർഷം 8.5 വർഷത്തോളം ഞാൻ അതിനോട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പോഴാണ് എനിക്കതിനൊരു ക്യൂർ കിട്ടിയത്, അല്ലെങ്കിൽ അതിനെപ്പോഴാണ് ഞാൻ ആ PCOD സ്ട്രഗിളിൽ ഞാൻ കുറച്ചുകൂടി വിജയിച്ചെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടായിട്ടാണോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതിനകത്ത് ഞാൻ 2-3 തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു PCODയുടെ പ്രശ്നം കാരണം. ഈവൻ നമ്മൾ കല്യാണത്തിന്റെ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടി ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് കുട്ടിയുടെ നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്ന കാര്യത്തെ പറ്റി നമുക്ക് കാര്യമായിട്ട് ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് ഇതൊരു പ്രശ്നമാവൂ എന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് 2-3 ആളുകൾ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെ PCOD മാറും, അവരും കുറേ ആയി സ്ട്രഗിൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എൻ്റെ ഒരു സ്ട്രഗിളിങ് സ്റ്റോറി ഞാൻ പറഞ്ഞെന്ന് മാത്രം, ഞാൻ അതെങ്ങനെ അതിനെ ഓവർകം ചെയ്തൊന്നും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് എൻ്റെ അനുഭവം എന്നല്ലാതെ കുറച്ചും കൂടി കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ട് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ വന്നൊരു ചോദ്യം ഫേഷ്യൽ ഹെയറിനെ കുറിച്ചിട്ടാണ്. ഒബ്വിയസ്ലി PCOD PCOS ഒക്കെ ആയിട്ട് ഒബ്വിയസ്ലി അതിലെനിക്ക് ഏറ്റവും കൂടുതൽ എന്നോട് ചോദിച്ചൊരു കാര്യം ഫേഷ്യൽ ഹെയറിനെ കുറിച്ചിട്ടാട്ടോ. തീർച്ചയായും PCOD PCOSുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളൊക്കെ ഈ ഒരു ഫേഷ്യൽ ഹെയർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാവും. ഞാനും നല്ല സിവിയറായിട്ട് ഫേഷ്യൽ ഹെയർ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോഴും എനിക്ക് ഫേഷ്യൽ ഹെയർസ് ഉണ്ട്, പക്ഷേ വെൻ കമ്പയർ ടു മൈ പാസ്റ്റ് എനിക്കിപ്പോൾ അത്ര അധികം ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനെ കുറേയൊക്കെ ഓവർകം ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് അത്ര തന്നെ ബുദ്ധിമുട്ട് ഇപ്പം ഇല്ല. എൻ്റെ ഒരു ഫേഷ്യൽ ഹെയറിൻ്റെ ഒരു എന്താ പറയുക ഏറ്റവും പീക്ക് ലെവലൊക്കെ ഞാൻ എൻ്റെ അടുത്ത് ഫോട്ടോസ് അവൈലബിൾ ആണെങ്കിൽ ഞാൻ തപ്പിയിട്ട് കണ്ടിട്ടില്ല. ഒന്നും കൂടി തപ്പി നോക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ആഡ് ചെയ്യാം. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ റിമൂവ് ചെയ്യും, അതുപോലെ പെർമനന്റ്ലി റിമൂവ് ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത്. ഒരുപാട് മഞ്ഞൾ തേച്ചു, മഞ്ഞളും മറ്റും വേറെ എന്തോ മഞ്ഞൾ മിക്സ് ചെയ്ത് കുറേ തേച്ചു, കുറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ് സെക്ഷനിലും അതുപോലെ തന്നെ ഞാൻ എൻ്റെ കമന്റ് സെക്ഷനിൽ വന്ന ആളുകൾ വന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിങ്ങനെ പെർമനന്റ്ലി സൊല്യൂഷൻ എന്തായാലും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്കിങ്ങനെ ഹോം റെമഡി ആയിട്ടൊന്നും പെർമനന്റ്ലി ഒരു സൊല്യൂഷൻ ഫേഷ്യൽ ഹെയർ ഗ്രോത്തിന് ഇല്ല. അത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. യൂട്യൂബിൽ ഒരുപാട് നമുക്ക് ഫേഷ്യൽ ഹെയർ അങ്ങനെ ചെയ്താൽ പോകും ഇങ്ങനെ ചെയ്താൽ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ വീടിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെമഡീസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഷേവിങ്, ഒരെണ്ണം വാക്സിങ്, പിന്നെ നമുക്ക് പ്ലക്കർ കൊണ്ട് പ്ലക്ക് ചെയ്യാം. ഞാൻ എൻ്റെ അടുത്ത് എന്താ ചെയ്യാറ് എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചില സമയത്ത് ഞാൻ നമ്മുടെ ഫേഷ്യൽ റേസർ വെച്ച് ഷേവ് ചെയ്യും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പ്ലക്ക് ചെയ്ത് കളയാം. അപ്പൊ എനിക്ക് കൂടുതൽ ഗ്രോത്ത് വരാറില്ല. അതാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ എന്തുകൊണ്ടാണ് പ്ലക്ക് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ സാധനം വെച്ചിട്ടാട്ടോ ഞാൻ പ്ലക്ക് ചെയ്യാറ്. ഇത് നമ്മൾ നോർമലി നമ്മൾ ഐബ്രോ പ്ലക്കറൊക്കെയാണ്. ഇത് വെച്ചിട്ട് ഞാൻ പ്ലക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്, എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് ഹെയർ ഗ്രോത്ത് വീണ്ടും വരുന്ന പോലെ തോന്നിയിട്ടില്ല. വരും, ഹെയർ ഗ്രോത്ത് ചെയ്യും, പക്ഷെ എന്നാലും ഒരു മാന്യമായിട്ടുള്ള ഹെയർ ഗ്രോത്ത് മാത്രമേ ഇതായിട്ട് പ്ലക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുള്ളൂ. അതേസമയം നമ്മൾ ഷേവ് ചെയ്യുന്ന സമയത്തും വാക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ഹെയർ ഗ്രോത്ത് കുറച്ചും കൂടി കൂടുതൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഹെയർ അങ്ങനെ കൂടുതലായിട്ട് ഗ്രോത്ത് ഉണ്ടാവില്ല എന്നാണ് പൊതുവെ സയന്റിഫിക്കലി പറയുക. അതിൻ്റെ കട്ടി കൂടില്ല, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയാണ് പറയാം. പക്ഷെ എന്നാലും നമുക്ക് ചിലപ്പോൾ മേ ബി ഫീൽ ചെയ്യും. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹെയർ ഗ്രോത്ത് വാക്സ് ചെയ്യുമ്പോൾ കൂടുതലൊക്കെ ആയിട്ട്. അത് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവമാണ്. ഞാനതങ്ങനെ ആണെന്ന് പ്രസ്താവിക്കാനും അല്ല എന്ന് സയന്റിഫിക്കലി പറയുമ്പോൾ നമ്മളതങ്ങനെ പറയാൻ ആളല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇത്
യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അതായത് ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ട് തോന്നിയിട്ടില്ല. ഓരോന്നായിട്ട് ഞാൻ അങ്ങനെ വിസിബിളായിട്ട് നിൽക്കുന്ന ഹെയർസ് മാത്രമേ ഞാനിത് കൊണ്ട് പ്ലക്ക് ചെയ്ത് കളയാറുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കാര്യമാണ് ഫേഷ്യൽ ഹെയറിന്റെ ഞാൻ പറഞ്ഞത്. അതിനങ്ങനെ പെർമനന്റ് സൊല്യൂഷൻ ഉള്ളത് ലേസർ ട്രീറ്റ്മെന്റ് ആണ്. അത്യാവശ്യം എക്സ്പെൻസീവ് സൈഡാണ്. പിന്നെ ലേസർ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടും മര്യാദയ്ക്ക് ഈ ഫേഷ്യൽ ഹെയർ പോവാതെ അത് അവിടെ ഡാർക്ക് ഒരു കളറായിട്ട് വന്ന ആളുകളും എൻ്റെ പേഴ്സണലി എൻ്റെ ഫാമിലി തന്നെ എനിക്കറിയാം. സോ ലേസർ ട്രീറ്റ്മെന്റ് ഒരു പെർമനന്റ് സൊല്യൂഷൻ അതുകൊണ്ട് ഞാൻ പറയാൻ ആളല്ല. കാരണം നമ്മൾ മുന്നിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ഇതെങ്ങനെ കറക്റ്റ് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്ത് അത് മാറുമെന്ന് പറയാൻ എനിക്കറിയില്ല കേട്ടോ. എനിക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എൻ്റെ മുന്നിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫാമിലി തന്നെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് സക്സസ് ആയ ആളുകളുണ്ട്, സക്സസ് അല്ലാത്ത ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പിനനുസരിച്ചും അവനവന്റെ ആരോഗ്യം അനുസരിച്ചിട്ടും ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നോക്കൂ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എന്നോട് ഡോക്ടർ പറഞ്ഞത് ഇതേമാതിരി അത് അങ്ങനെ ഉണ്ടായിക്കോട്ടെ, പ്ലക്കർ വെച്ച് യൂസ് ചെയ്ത് പ്ലക്ക് ചെയ്ത് കളഞ്ഞാൽ പോലെ കഴിഞ്ഞാൽ തന്നെ എന്തിനാ ഫേഷ്യൽ ഹെയർ ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നേ എന്ന് ചോദിച്ചത് ശരിയാണ്. എനിക്ക് തോന്നി നമ്മുടെ ഇവിടെയൊക്കെ രോമല്ലേ, ഇവിടെയൊക്കെ നമ്മളിങ്ങനെ പറിച്ചെടുക്കുന്നുണ്ടോ ഫേസിൽ. നമുക്ക് മേക്കപ്പും അതുപോലെ തന്നെ കോസ്റ്റ്യൂം ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു അഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പൊ സമയത്ത് നമുക്ക് വേദനയില്ലാത്ത നമ്മുടെ ഫേഷ്യൽ റേസർ വെച്ചിട്ട് റേസ് ചെയ്യോ അല്ലെങ്കിൽ ഇതേപോലത്തെ പ്ലക്കർ യൂസ് ചെയ്ത് അത് കളയോ ചെയ്താൽ മതി. അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് വിഷയമല്ല. ഇതിന്റെ മറ്റൊരു വശം അല്ലെങ്കിൽ മറ്റൊരു സൈഡ് എന്താന്ന് വെച്ചാൽ ഇതുകൊണ്ട് ബുള്ളിങ് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഫേഷ്യൽ ഹെയർ ഉള്ളപ്പോൾ ആളുകളുടെ കളിയാക്കൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ആദ്യം ഞാൻ അനുഭവിച്ചിരുന്നു, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മാനസികമായിട്ട് അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ നേരിടാനുള്ള ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും പറ്റിക്കോണമെന്നില്ല, എല്ലാവർക്കും അത് പെട്ടെന്നൊരു വാക്കുകൊണ്ട് അങ്ങനെ നേടിയെടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ ഒരു പരിധിക്കപ്പുറം നമ്മൾ നമ്മുടെ ശരീരത്തെ നോവിക്കാതിരിക്കുക. ഈ PCOD PCOS എന്നൊന്നും പറയുന്നത് മഹാരോഗമൊന്നുമല്ല, ഇതൊരു ഫിസിക്കൽ കണ്ടീഷനാണ്, അത്രേ ഉള്ളൂ. അതിനെ വലിയ കോംപ്ലിക്കേഷൻ ആയിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് കളിയാക്കുന്നവരോട് പോയി പണി നോക്കാൻ പറയാം, നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാം. ഇതിനേക്കാൾ വലിയ അസുഖങ്ങളുള്ള മനുഷ്യരില്ലേ. അപ്പോൾ ഇത് അത്ര വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമായിട്ട് എടുക്കണ്ട. ഫേഷ്യൽ ഹെയർ ഗ്രോത്തിന്റെ ഒരു കാര്യം ഇതാണ്. പിന്നെ ചിലർക്ക് മഞ്ഞൾ യൂസ് ചെയ്താൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ. അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അതായത് ഗ്രോത്ത് കുറച്ച് കുറവൊക്കെ ഉണ്ടാവും. എന്നെപ്പോലത്തെ ആളുകൾക്ക് എന്തായാലും അത് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നോർമലി ഞാൻ ഹെയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ. എൻ്റെ കാലിലൊക്കെ നിറയെ രോമാണ്, അതുപോലെ തന്നെ കയ്യിലൊക്കെ ഒരുപാട് രോമുണ്ട്. ചെറുപ്പം മുതലേ എന്താ പറയാ, എനിക്ക് ഈ കൃതാവിന്റെ അവിടെയൊക്കെ നല്ല രോമമുള്ള ഒരാളാട്ടോ ഞാൻ. അപ്പൊ അതുകൊണ്ട് എന്റെ ഫേഷ്യൽ ഹെയർ എന്ന് പറയുന്നത് എന്റെ PCOSന്റെ പ്രശ്നം മാത്രമല്ല, അതിന്റെ ജനറ്റിക്കലി ഞാൻ അങ്ങനെയാണ്. മുടിയുള്ള ഒരാളാ, അല്ലെങ്കിൽ മുടി രോമം ഇതൊക്കെ കുറച്ച് കൂടുതലുള്ള ആളാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പൊ PCOSന്റെ ഭാഗമായിട്ട് എനിക്ക് രോമം വന്നിട്ടുള്ളത് മീശ. എനിക്ക് നല്ലപോലെ മീശ ഉള്ള ആളാണ്. പക്ഷെ അത് ഇവിടെ ഒന്നും എനിക്ക് മീശയില്ല. ഈ രണ്ട് സൈഡിലാണ് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ കട്ടിയിൽ വരിക. പിന്നെ അതുപോലെ ഇവിടെ നല്ല രോമണി. അതിന്റെ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് PCOD കൊണ്ട് ഉണ്ടാവുന്ന രോമ വളർച്ചയൊന്നും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് കാണണ്ട. ഇതുപോലത്തെ ഒരു 30 രൂപയുടെ 40 രൂപയുടെ പ്ലക്കറോ അല്ലെങ്കിൽ ഒരു 100 രൂപയുടെ ഫേഷ്യൽ റേസറോ ഉണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ആളുകൾ അങ്ങനെ പലതും പറയും. അവരുടെ ആരുടെയും ചെലവിനല്ല നമ്മൾ ജീവിക്കുന്നുള്ള ബോധ്യം ഉണ്ടായാൽ മതി. പിന്നെ നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ജീവിക്കാം. മറ്റുള്ളവരെ എന്താ പറയുക ഇങ്ങനെ സാറ്റിസ്ഫൈ ആക്കിയിട്ട് നമുക്ക് കുറേ കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു പരിധി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ അടിച്ചു. ഇതിന്റെ ഏറ്റവും വലിയ സൈഡ് എഫക്റ്റ് അതാണ്. മെന്റലി വരുന്ന മൂഡ് സ്വിങ്സ് ആണ് ഈ PCOSന്റെ നെക്സ്റ്റ് ഒരു ബുദ്ധിമുട്ട്. അത് എന്നോട് അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും. നമുക്ക് നോർമലി ഉണ്ടാവുന്ന പീരിയഡ്സ് ആവുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സ് അല്ല. PCOD ഉണ്ടാവുന്ന ആളുകൾക്ക് ഭയങ്കര മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഉണ്ടാവും, നല്ല മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അതിന് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു നമ്മൾ മെന്റലി കുറച്ചും കൂടി പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഒരു ഫിസിക്കൽ കണ്ടീഷനെ പറ്റി കുറച്ചും കൂടി ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡയറ്റിലും ഹെൽത്തിലൊക്കെ നമ്മൾ വരുന്ന ചില മാറ്റം ആ മൂഡ് സ്വിങ്സിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ അനുഭവം കേട്ടോ. അത് ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ എൻ്റെ പോലെ PCOD ഉള്ള 2-3 ആളോട് സംസാരിച്ചപ്പോൾ അവരും അതുപോലെ തന്നെയാണ്. അതായത്
ഇപ്പൊ അവരുടെ PCOD മാറി, പീരിയഡ്സ് എല്ലാം റെഗുലറായി, ഹെവി ഫ്ലോ ഒന്നും ഇല്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനായി നിൽക്കുന്ന വേറെ രണ്ടാളുകളോട് ചോദിച്ചപ്പോഴും അവരുടെ ഡയറ്റിൽ വന്ന മാറ്റവും അതുപോലെ തന്നെ പീരിയഡ്സ് റെഗുലർ ആയതിന്റെ ഭാഗവുമായിട്ട് അവര് ഈ പറഞ്ഞ പോലെ മൂഡ് സ്വിങ്സിലും നല്ല മാറ്റമുണ്ട്. അപ്പൊ അതുകൊണ്ട് മൂഡ് സ്വിങ്സ് ആണ് ഒരു പ്രശ്നമെങ്കിൽ അതിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് അതിനെ മാത്രം ഫോക്കസ് ചെയ്തൊരു ചികിത്സ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡി അല്ലെങ്കിൽ PCODയുടെ പ്രശ്നം അപ്പൊ അതൊക്കെ അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ തന്നെ ആ മൂഡ് സ്വിങ്സ് മാറും. അതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, കുട്ടികൾ ഉണ്ടാവോ, PCOD ഉള്ളവർക്ക് കുട്ടികൾ ഉണ്ടാവില്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അതിന് ആധികാരികമായിട്ട് ഉത്തരം പറയാൻ ഞാൻ ആളല്ല. കുട്ടികളില്ലാത്തൊരു പ്രശ്നം PCODക്കാർക്ക് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കേട്ടോ, എല്ലാവർക്കും കുട്ടികളില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കേണ്ട പ്രശ്നങ്ങളൊന്നും. PCOD ഉള്ള എത്രയോ ആളുകൾ കല്യാണം കഴിഞ്ഞ് 1ാമത്തെയോ 2ാമത്തെയോ മാസം പ്രഗ്നന്റ് ആയവരുണ്ട്. പിന്നെ എനിക്ക് കുട്ടികളില്ലാത്തത് PCOD കാരണമാണോ എന്ന് ചോദിച്ചു. എനിക്ക് കുട്ടികളുണ്ടാവാത്തത് ഞങ്ങൾ ബേബി പ്ലാനിങ്ങിനെ പറ്റി, അല്ലെങ്കിൽ ബേബി പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തത്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായിട്ടുള്ളൂ. 6 മാസം ആവണമെങ്കിൽ ഈ മാർച്ച് 1-ാം തീയതി വരണം. അപ്പോഴേ ഞങ്ങൾക്ക് 6 മാസം ആവുള്ളൂ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഞങ്ങള് സത്യം പറഞ്ഞ കല്യാണത്തിന് മുന്നേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ മതി എന്ന് വെച്ചാൽ ഒരു വർഷത്തോടനുബന്ധിച്ചിട്ട് അങ്ങനെ കുട്ടികൾ മതി, അല്ലെങ്കിൽ ഒരു ബേബി പ്ലാനിങ് മതി എന്നുള്ളത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് കുറേ ട്രിപ്പ് പോകാനുണ്ടായിരുന്നു. അത് അതിലും വലിയ കോമഡിയാണ്. എൻ്റെ ആരോഗ്യസ്ഥിതി കാരണം ഒരു ട്രിപ്പ് പോലും പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു ബേബി പ്ലാനിങ് അല്ലെങ്കിൽ കെയറിങ് പ്രഗ്നൻസി ഒക്കെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞത്. നമ്മളങ്ങനെ ബേബി പ്ലാനിങ് ഇല്ല. പക്ഷെ ഇപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ലങ്സിന് പ്രശ്നമുള്ളപ്പോൾ എനിക്ക് മേ ബി കോംപ്ലിക്കേഷൻസ് വരാം എന്ന് ഡോക്ടർ വളരെ ഓപ്പൺലി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രസവ സമയത്ത് ഉണ്ടാകാവുന്ന ചില ബുദ്ധിമുട്ടുകളെ പറ്റി നമുക്ക് മുൻകൂട്ടി ഡോക്ടർ പറഞ്ഞിട്ട് നമ്മൾ അതിനെയും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഇനിയുള്ള ബേബി പ്ലാനിങ്. അപ്പൊ ഞാൻ ഡീറ്റെയിൽസിലേക്കൊന്നും പോണില്ല. അപ്പോൾ നമുക്ക് കുട്ടികളുടെ നമ്മൾ പ്ലാൻ ചെയ്യാത്തത് കൊണ്ടാണ്, നമ്മുടെ ബേബി പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ക്യാരി അല്ലെങ്കിൽ വി ആർ നോട്ട് പ്രഗ്നന്റ് നൗ എന്ന് പറയാൻ കാരണം. ആരും എന്നോട് ചോദിച്ചു പ്രഗ്നന്റ് ആണോ എന്ന് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ പ്രഗ്നന്റ് ഒന്നും അല്ല. കുട്ടികളെ പറ്റി ഇപ്പൊ ചിന്തിച്ചിട്ടില്ല. കാരണം ഞങ്ങളുടെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആവുന്ന സമയത്ത് മാത്രം നമുക്കൊരു പ്രഗ്നൻസിയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അല്ലാതെ എനിക്ക് PCOD ഉള്ളത് കൊണ്ടല്ല ഞാൻ പ്രഗ്നന്റ് ആവാത്തത്. എൻ്റെ PCODയും പ്രഗ്നൻസിയും തമ്മിലൊരു ബന്ധമില്ല. കാരണം എൻ്റെ ഓവുലേഷൻ കറക്റ്റ് ആണ്, എൻ്റെ പീരിയഡ്സ് കറക്റ്റ് ആണ്, ഓൺ ഡേറ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഓൺ ഡേറ്റ് ആയിട്ട് പീരിയഡ്സ് ആവുന്നത്. കാരണം ഞാൻ എൻ്റെ ഡയറ്റിൽ വിത്ത് ചേഞ്ച് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ PCOD പ്രഗ്നൻസിക്ക് ഒരു തടസ്സമല്ല. ഭൂരിപക്ഷം ആളുകൾക്ക് അതൊരു തടസ്സമല്ല. വെയിറ്റ് ഒക്കെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വല്ലാത്ത കോംപ്ലിക്കേറ്റഡ് പ്രശ്നമൊന്നും ഇല്ലാത്ത ആളുകൾ എന്തായാലും പ്രഗ്നന്റ് ആവും. പിന്നെ PCOD പ്രശ്നമുള്ള ആളുകളും ഉണ്ട്. അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് PCOD ഉള്ളവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് അങ്ങനെ ജനറലി പറയാൻ പറ്റില്ല. എൻ്റെ ഫ്രണ്ട്സ് തന്നെ PCOD ഉള്ള ആളുകൾ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് മന്ത് പ്രഗ്നന്റ് ആയവരുണ്ട്, സെക്കൻഡ് മന്ത് പ്രഗ്നന്റ് ആയവരുണ്ട്. PCOD അതായത് ഡ്യൂറിങ് ദ പ്രഗ്നൻസിയിൽ PCOD വന്ന ആളുകളുണ്ട്. ഇപ്പോൾ എനിക്കറിയുന്ന തന്നെ അവർക്ക് പ്രഗ്നൻസി സമയത്ത് PCOD സിസ്റ്റ് യൂട്രസിലുണ്ടായിരുന്നു. ഡെലിവറിയുടെ കൂടെ സിസ്റ്റർ റിമൂവ് ചെയ്ത ആളുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രഗ്നൻസിക്ക് PCOD ഒരിക്കലും തടസ്സമല്ല. പക്ഷേ നമ്മൾ വെയിറ്റ് മേ ബി അത് പ്രശ്നമായിരിക്കും. പിന്നെ പീരിയഡ്സും റെഗുലർ ആവുക എന്നുള്ളതാണ് നമ്മുടെ പ്രഗ്നൻസിയിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ്. നമ്മുടെ ഓവുലേഷനൊക്കെ ഡേറ്റ് ഒക്കെ കറക്റ്റ് ആവും എന്നുള്ളതാണ്. അത് PCOD ഉള്ള എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ ഓവുലേഷൻ കറക്റ്റ് അല്ലാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് PCOD ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഓവുലേഷൻ ഡേറ്റും എൻ്റെ പീരിയഡ്സ് ഡേറ്റും എല്ലാം തെറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു പ്രോപ്പർ, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ലൈഫ് സ്റ്റൈൽ മാറാൻ വേണ്ടിയിട്ട് ചെയ്ത് അതില് എൻ്റെ പീരിയഡ്സ് ഒക്കെ റെഗുലറായി. അപ്പോൾ ഈ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. കാരണം ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഞാൻ സംസാരിക്കുന്നത് ശരിയല്ല. ഞാനൊരു സയൻസ് പഠിച്ച ആളോ അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അറിവാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഇനി അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് വന്ന് പറയുന്നത്. അപ്പോൾ PCOD ഉള്ളവർക്ക് പ്രഗ്നൻസി ഉണ്ടാവില്ല നമുക്കങ്ങനെ ജനറലി പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ PCOD ഒരു പ്രഗ്നൻസി ആവാതിരിക്കാനുള്ള ഒരു മെയിൻ കാരണവും അല്ല. എന്നാൽ ചിലർക്ക് PCOD ഉള്ളവർക്ക് പ്രഗ്നൻസി ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു എന്താ പറയാ,
ഒരു ഡിബേറ്റബിൾ പോയിന്റ് ആണ്. മേ ബി കുറച്ചും കൂടി അറിവുള്ളവർ അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. ഇനി അടുത്തൊരു കാര്യം വെയിറ്റ് ആണ്. വെയിറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പീരിയഡ്സിന്റെ കുറേ പ്രശ്നങ്ങൾ, PCODയുടെ കുറേ പ്രശ്നങ്ങൾ മാറും. പീരിയഡ്സ് റെഗുലർ ആവും, നമ്മുടെ മൂഡ് സ്വിങ്സ് മാറും, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് മാറും, പിന്നെ അതേ നമ്മുടെ കഴുത്തിന്റെ പുറകിൽ വരുന്ന പിഗ്മെന്റേഷൻ മാറും. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്, എന്നിട്ട് നിന്റെ കഴുത്തിൽ പിഗ്മെന്റേഷൻ ഉണ്ടല്ലോ എന്ന് ചോദിക്കും. അതിന് ഉത്തരം ഞാൻ ലാസ്റ്റ് പറയാം. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഈ വെയിറ്റ് ഗെയിൻ കൊണ്ടുണ്ടാവും. അത് മാത്രമല്ല, നമ്മുടെ ഈ ഡയബറ്റീസിന്റെ ഒരു തുടക്കത്തിലേക്ക് കടക്കാനും ഈ PCOD ഒരു കാരണമാവും. അതുപോലെ തന്നെ PCOD പ്ലസ് ഈ വെയിറ്റ് ഗെയിൻ അതിനൊരു കാരണമാവും. അപ്പൊ അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ഞാൻ പറഞ്ഞു, ഞാൻ വെയിറ്റ് കുറച്ചിട്ട് വന്ന സമയത്താണ് എനിക്ക് ലങ്സിന് ഇൻഫെക്ഷൻ വരുന്ന സമയം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് എനിക്കതിങ്ങനെ കുറച്ച് സമയം എടുത്തെടുത്തെടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. വെറും നമ്മുടെ ഈ ഒരു PCOD മാത്രം എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് PCOD ഇല്ല, പീരിയഡ്സ് റെഗുലർ ആണ്. അപ്പൊ പിന്നെ എനിക്ക് അതിനോടുള്ള കോൺസെൻട്രേഷൻ ഞാൻ കുറച്ചിട്ട് എന്റെ മറ്റ് ഹെൽത്ത് ഇഷ്യൂസിന്റെ പ്രശ്നമായിട്ടാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് കുറയ്ക്കുമ്പോൾ വളരെ പതുക്കെ ഒരു മാസത്തിൽ ഒരു 1 കിലോനൊക്കെ കുറയ്ക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ കാരണമാണ് ഇപ്പൊ ഞാൻ അതിനായിട്ട് അത്ര വെയിറ്റ് ലോസിലേക്ക് ഇങ്ങനെ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാത്തത്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുള്ളത് നോർമലി വെയിറ്റ് ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ PCOD വന്നതിന് ശേഷം വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ പീരിയഡ്സിന്റെ റെഗുലാരിറ്റി ഒക്കെ വരുന്നത്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ നമ്മുടെ ആ ഒരു PCOD ജേണിയിൽ അല്ലെങ്കിൽ PCODനെ നമ്മൾ ചികിത്സിച്ച് മാറ്റുന്നതിൽ ഡോക്ടറെ കൊണ്ട് കാശ് കളയുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാവർക്കും ഈ വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതിനും ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മാനസികമായിട്ട് കൂടി നമുക്ക് അതിലേക്ക് ഇങ്ങോട്ട് എന്താ പറയാ, വെയിറ്റ് ലോസ് ചെയ്ത് മാറണം എന്ന തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റണം. അതെല്ലാം ആരെയും കുറ്റം പറയുന്നല്ലോ, അങ്ങനെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. എനിക്കും പറ്റിയിരുന്നില്ല. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അതിലും എനിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം നമ്മളെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. അതുപോലെ തന്നെ ആളുകളുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നും വേണ്ടാന്ന് പണ്ടാരം എന്താ വെയിറ്റ് ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ തടി ഉണ്ടായിക്കോട്ടിരുന്നോ, അവർക്കൊക്കെ എന്താ നഷ്ടം എന്നൊക്കെ നമുക്ക് തോന്നുന്ന അവസ്ഥ വരും. അല്ലെങ്കിൽ നമ്മളൊരു പരിപാടിക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഈ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ, ഉണക്കി ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ട് നടക്കാൻ വയ്യ, എന്താ പറഞ്ഞ പോലും എന്നൊക്കെ ചോദിക്കുന്ന ആൾ ഇഷ്ടം പോലെയാണ്. കുറെ അമ്മമാരും കുറെ വല്യമ്മമാരും ആനയും തോട്ടികളും ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആളുകളോടൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് മാനസികമായിട്ടും കൂടി തയ്യാറെടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ട്രെയിനറൊക്കെ കണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ട് സെറ്റ് ആക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ PCOD എന്ന് പറയുന്ന ഒരു ചെറിയൊരു ശാരീരികാവസ്ഥയല്ല. അതിലൂടെ കടന്നു പോകുന്നവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുള്ളൂ. പിന്നെ ഇതൊക്കെ അനുഭവിച്ചിട്ടും ഹെവി ഫ്ലോ, അതായത് എപ്പോഴെങ്കിലും വരുന്ന പീരിയഡ്സിന്റെ ഹെവി ഫ്ലോ, അതിന്റെ പെയിൻ എല്ലാം സഹിച്ച് അവസാനം പ്രാന്തായിട്ടുണ്ടാവും ഈ PCODക്കാർക്ക്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഓവർകമ്മിന് പറ്റുന്നില്ലെങ്കിൽ എന്തായാലും യു ഷുഡ് കൺസൾട്ട് എ കൗൺസിലർ. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയാം. എൻ്റെ ഒരു അഡ്വൈസ്, ഞാൻ എൻ്റെ ഈ ലങ്സ് ഇൻഫെക്ഷൻ ആയി കിടക്കുന്ന സമയത്ത് എനിക്ക് കൗൺസിലർ വന്നിരുന്നു. കാരണം നമ്മൾ ഭയങ്കര മെന്റലി വീക്കായിരുന്ന സമയമായിരുന്നു ഞാനത്. കാരണം കുറച്ചധികം ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് നമ്മൾ ഡിസ്ചാർജിന്റെ സമയത്തൊന്നും എനിക്ക് ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ഇന്ന പോലെയൊക്കെ കാര്യങ്ങളാണ് അതൊക്കെ പറയുമ്പോൾ ഡോക്ടർ വന്നൊരു കൗൺസിലിങ്ങും അതുപോലെ തന്നെ ചെറിയൊരു മെന്റൽ സ്ട്രെങ്ത് നമ്മൾ ആ ആശുപത്രിയിൽ നിന്ന് പോരുന്ന സമയത്ത് അത് കുറച്ചും കൂടി എന്നെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അതുകൊണ്ട് പറ്റുന്നവർ അങ്ങനെ ഇവിടെ ഒന്ന് ചെയ്ത് നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഞാൻ ഈ പീരിയഡ്സിന്റെ സമയത്ത് അല്ലെങ്കിൽ ചില എൻ്റെ ഒരു ഫ്രണ്ടിനെ എനിക്കറിയാം, ഞാൻ പേര് പറയുന്നില്ല, ഞാൻ അവളോട് ഉച്ചയ്ക്ക് വെച്ചു പേര് പറയട്ടെ, അപ്പൊ വേണ്ടാടോ എന്ന് പറഞ്ഞ കാരണം ഞാൻ പറയുന്നില്ല. അപ്പോൾ അവളുടെ പീരിയഡ്സ് ഇറഗുലർ ആയിരുന്നു. അപ്പൊ അവളുടെ അമ്മയുടെയും പീരിയഡ്സ് ഇറഗുലർ ആയിരുന്നു അവരുടെ ചെറുപ്പത്തിൽ. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, അവൾക്ക് പീരിയഡ്സ് ആവാതിരുന്നപ്പോൾ അതേപോലെ പല സമയത്തായിട്ട് ആവുന്ന സമയത്ത് അമ്മ പറയും, അമ്മ എന്തോ ഉലുവ വെള്ളം ഈത്തപ്പഴത്തിന്റെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു, ഇതൊക്കെ കുടിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അവളിങ്ങനെ പറഞ്ഞു എന്തെങ്കിലും ഡോക്ടറെ കാണണമെങ്കിൽ ഭയങ്കര പ്രശ്നമില്ല, അമ്മയ്ക്കും ഉണ്ടായിരുന്നു, പാരമ്പര്യമാണ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ട്. അതായത് മര്യാദയ്ക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാത്തവർ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെയുള്ളവർക്ക് PCOD സിംറ്റംസ് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഫേഷ്യൽ ഹെയർ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് വരുന്ന വെയിറ്റ് ഗെയിൻ, അതുപോലെ തന്നെ വെയിറ്റ് പെട്ടെന്ന് കുറയുന്നതും PCODയുടെ ഒരു ലക്ഷണമാണ്. പിന്നെ അതുപോലെ ഓവേറിയൻ സിസ്റ്റം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകണം, ഗൈനക്കോളജിസ്റ്റിനെ കാണണം, അങ്ങനെ എന്തെങ്കിലും ഇന്റേണലി പ്രശ്നമുണ്ടോ എന്നറിയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂഡ് സ്വിങ്സ്,
പീരിയഡ് സമയത്ത് പ്രാന്ത് പിടിക്കുക, ദേഷ്യം വരെ, ഒറ്റയ്ക്കിരുന്ന് കരയാൻ തോന്നും. എൻ്റെ ഏറ്റവും വലിയ മോസിങ്സ് എന്തായിരുന്നു വെച്ചാൽ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരുമായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇനി ഒരു കാരണമില്ലായിരുന്നു, ഞാൻ ആലോചിച്ചിരുന്ന കരയാന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അപ്പൊ അതുകൊണ്ട് മൂഡ് സ്വിങ്സ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പിന്നെ നമ്മുടെ മുടി കൊഴിയുന്നത്, ഭാഗ്യം കൊണ്ട് എൻ്റെ മുടി ഈ PCOD ബന്ധപ്പെട്ട് ഇതുവരെ കൊഴിഞ്ഞിട്ടില്ല. അതെന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഒരുപാട് ആളുകൾ PCOD ഉള്ളവർ മുടി കൊഴിഞ്ഞു എന്ന് പറയാറുണ്ട്. പക്ഷെ എനിക്കറിയില്ല, എന്നെ അങ്ങനെ മുടി കൊഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയാൻ എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ, സ്കിന്നിന്റെ ഡിസ്കളറേഷൻ, പിഗ്മെന്റേഷൻ, അത് ഞാൻ ഒന്നും കൂടി വിശദമായിട്ട് പറയാം. അപ്പോൾ ഞാൻ തടി കുറഞ്ഞു, പക്ഷെ എന്നിട്ടും കഴുത്തിന്റെ പുറകിലെ കറുപ്പ് പോയില്ലല്ലോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ഏതൊക്കെയോ എൻ്റെ വീഡിയോസിന്റെ താഴെ വന്നിട്ട് കമന്റ് പറയാറുണ്ട്, തട്ടിച്ച് കഴുത്തിന്റെ പുറകിൽ കറുപ്പുള്ളവൾ, കറുത്തവൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെ കമന്റ് ഇടാറുണ്ട്. എനിക്ക് കാണുമ്പോൾ ചിരി വരാറുള്ളൂ. നീ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മുടെ സമയം വെറുതെ പോവാന്നുള്ളത്. എനിക്ക് കഴുത്തിന്റെ പുറകിൽ മാത്രമല്ലതേ, കയ്യിന്റെ ഇവിടെ ഈ 2 സൈഡിലും ഉണ്ട് എനിക്ക് ഈ പിഗ്മെന്റേഷൻ. PCOD പോയിട്ട് പീരിയഡ്സ് പോലും എന്താണെന്ന് അറിയാത്ത പ്രായത്തിലുണ്ട് എനിക്ക് ഈ കഴുത്തിന്റെ കറുപ്പും എൻ്റെ കയ്യിന്റെ 2 സൈഡിലുള്ള ഈ കറുപ്പും. ഡിസ്കളറേഷൻ എന്ന് പറയുന്നത് ഞാൻ 6 നിന്ന് 7 ആവുന്ന സമയത്താണ് ഫസ്റ്റ് പീരിയഡ്സ് ആവുന്നത്. അതിനേക്കാൾ മുന്നേ എൻ്റെ കഴുത്തിൽ ഈ പറഞ്ഞതുപോലെ ഡിസ്കളറേഷൻ ഉണ്ട്. ഇപ്പൊ ചിലർ കാണുമ്പോൾ ഉപദേശിക്കും, ഇനി ഷുഗറൊക്കെ പെട്ടെന്ന് വരും, അങ്ങനെയാണ് കഴുത്തിന്റെ പുറകിൽ കറുപ്പുള്ളവർക്ക് എന്ന് പറയുന്നവർക്ക്. ഇത്തിരി പോകുന്ന പൈതായിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ കഴുത്തിന്റെ പുറകിൽ കറുപ്പുണ്ട്. അന്ന് പിന്നെ അന്നേ ഒന്നിന് ഷുഗർ ഉണ്ടായിക്കോട്ടെ അല്ലേ, അപ്പൊ എന്താ ചെയ്യാൻ, ഒരു നിവൃത്തിയില്ല. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ഈ പിഗ്മെന്റേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽ ഞാൻ ഡോക്ടറോട് തന്നെ പറഞ്ഞു, ഡോക്ടർ എന്താ ബൈലെക്ലി അത് ഇതിന്റെ ഒന്നും പ്രശ്നമല്ല, അത് ഓരോരുത്തരുടെയും ജനറ്റിക്കലി വരുന്ന പ്രശ്നമാണ്. കാരണം എൻ്റെ ഫാമിലി മിക്കവാറും ആളുകൾക്ക് ഉണ്ട്, അതായത് ചെറുപ്പം മുതലേ ഉണ്ട്. പിന്നെ എനിക്കത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഇങ്ങനെ ഉപദേശിക്കുന്ന ഉപദേശ കമ്മിറ്റികളോടൊന്നും മറുപടി പറയാൻ ഞാൻ നിൽക്കാറുമില്ല. അപ്പൊ അതാണ് എനിക്ക് ഈ പിഗ്മെന്റേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പറ്റ മെലിഞ്ഞിരുന്ന ആൾ പെട്ടെന്ന് തടി വെച്ച് ബാക്കിൽ കഴുത്തിന്റെ പുറകിലൊക്കെ കറുപ്പ് കളർ വരികയാണെങ്കിൽ യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. ഞാൻ ചെറുപ്പം മുതൽ മെലിഞ്ഞിരിക്കുന്ന ആളായിരുന്ന സമയത്തും ഞാൻ ഈ കഴുത്തിന്റെ പുറകിൽ നല്ല ബ്ലാക്ക് കളറുള്ള ആളായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിന് പ്രത്യേകിച്ചൊരു ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നല്ല മുഖക്കുരു, അതായത് മുഖക്കുരു ഈ PCODക്കാർക്ക് മിക്കവാറും വരുന്നത് ഈ ജോ ലൈനിലായിരിക്കും. അതും എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു, അതും ഇപ്പൊ ഇല്ല. അങ്ങനെ ഇപ്പൊ ഇങ്ങനെ കുരുവിന്റെ പ്രശ്നമൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പീരിയഡ്സിന്റെ ഇറഗുലാരിറ്റിയാണ് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത്. മിക്കവാറും ആളുകൾക്ക് വളരെ ഈസിലി എനിക്ക് PCOD ഉണ്ടോ ഡോക്ടർ എന്ന് കാണണോ എന്ന് തോന്നാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം പീരിയഡ്സിന്റെ റെഗുലാരിറ്റി നോക്കിയിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. ആരും സ്വയം ചികിത്സിക്കാതിരിക്കുക, ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ പറയുന്ന പോലെ ചെയ്യാം. ഒരുപാട് ഹോർമോൺ ടാബ്ലറ്റ്സ് എടുക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അതിന് പകരം ഡോക്ടർ പ്ലസ് നമ്മുടെ ഒരു സ്വയം ഒരു എന്താ പറയുക ഹെൽത്തി ലൈഫ് സ്റ്റൈലും കൂടി ഫോളോ ചെയ്യുമ്പോൾ സെറ്റ് ആവും. അല്ലാതെ PCOD ഉണ്ടെന്ന് കരുതിയിട്ട് പേടിക്കാറൊന്നുമില്ല. ഏതൊരു 17 വയസ്സുള്ള കുട്ടിയുടെ കമന്റ് ചെയ്ത് ചേച്ചി എനിക്ക് 17 വയസ്സുള്ളൂ, എനിക്ക് കുട്ടികളുണ്ടാവില്ല, എനിക്ക് PCOD ഉണ്ട്, എനിക്ക് മുഖത്ത് നല്ല ഹെയർ ഉണ്ട്, ഞാൻ എന്താ ചെയ്യുക, അങ്ങനെ ഇങ്ങനെ. ഇത്ര വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊന്നും ശ്രദ്ധിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഈ PCOD പ്രശ്നം. ഞാൻ വീണ്ടും പറഞ്ഞു, ഇനിയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, ആദ്യം നിങ്ങൾ പുറത്തുനിന്ന് നിങ്ങളോട് അഭിപ്രായങ്ങൾ പറയല്ലോ. അയ്യോ മോളെ ഇത്ര തടിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ ചെക്കനെ കിട്ടില്ല, പ്രസവിക്കാൻ ബുദ്ധിമുട്ടാവും, കുട്ടികളുണ്ടാവില്ല, ഭംഗിയില്ല, അതേപോലെ ഇന്ന ഡ്രസ്സാണ് കിട്ടാൻ ഭംഗി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നവരോട് പോയി പണി നോക്കാൻ പറയാം. നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നിലേക്ക് പോവാം. അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടോ പ്രസവിക്കാൻ വേണ്ടിയിട്ടോ നല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ വേറെ എന്തൊക്കെയോ എന്താ പറയുക, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ട്, ഇത് മാത്രമാണോ ലക്ഷ്യം? അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി കൺസേൺ ചെയ്യാതിരിക്കാൻ നമ്മൾ സ്റ്റേ ഹെൽത്തി, നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. നമുക്ക് ഈ തടി കുറയ്ക്കാന്നൊക്കെ പറഞ്ഞ് മേ ബി അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള പണിയാണ്. പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് തടി കുറച്ച ആളൊന്നുമല്ല കേട്ടോ. ഞാൻ പക്ഷേ ഒരു 13-14 കിലോനൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അതും ഞാൻ വളരെ സമയമെടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുമ്പോൾ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് യു ക്യാൻ കൺസൾട്ട് എ കൗൺസിലറിനെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മുടെ ഹാൻഡിൽ ചെയ്യാനുള്ള ധൈര്യം കിട്ടും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, അതുപോലെ തന്നെ ഇത് എന്തിൻ്റെയെങ്കിലും അവസാനമാണ് എന്ന് ചിന്തിക്കാതിരിക്കുക. PCOD നമുക്ക് മാറ്റിയെടുക്കാവുന്ന പ്രശ്നമുള്ളൂ. ഏതൊരു കുട്ടിയോട് പറഞ്ഞു 93 കിലോ ഉണ്ടായിരുന്നു, ഇപ്പൊ എത്രയോ 80-79 കിലോമീറ്റർ ആയി, എന്നിട്ടും എൻ്റെ എന്താ പറയാ PCOD മാറ്റില്ല. കുറച്ചും കൂടി കുറച്ച് നോക്കൂ, അപ്പൊ ശരിയാവും. അപ്പോൾ നമ്മളെന്തായാലും നമുക്കൊരു അസുഖം വന്ന എളുപ്പത്തിൽ അത് മാറില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടേ അത് മാറുള്ളൂ. പക്ഷെ എന്നാലും നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന അസുഖമുള്ളൂ. വലിയൊരു ഭീകരമായിട്ടുള്ള പ്രശ്നമൊന്നും അല്ല.
എന്നുള്ളതാണ് PCOD എന്നാണ് എനിക്ക് പറയാനുള്ളത്. PCOD ഒരു വലിയ പ്രശ്നമാണെന്ന് ആരും കരുതണ്ട. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ പെട്ടെന്ന് തന്നെ മാറാവുന്ന ഒരു അസുഖമുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ 9 വർഷത്തോളം ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചിട്ട് മാറാത്ത എൻ്റെ PCOD ഒരു വർഷം ഞാൻ മനസ്സ് വെച്ച് ഞാൻ അതിനോട് വളരെ കുറച്ച് സമയം എന്നെ അതിനോട് വേണ്ടി ഞാൻ മാറ്റിവെച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തിയപ്പോഴത്തേക്കും എൻ്റെ പീരിയഡ്സ് മാറി. അതിന് ഉപയോഗിച്ചിരുന്ന കാശുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ചു പോകും. അത്രയും പൈസ ഞാൻ മുടക്കിയിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും എന്നെ ചികിത്സിക്കുന്ന ആ ഒരു പ്രശ്നം ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് വിത്തൗട്ട് 1 രൂപ എനിക്ക് ചെലവില്ല. ഞാൻ പാഡും കൂടി മേടിക്കാറില്ല മെൻസ്ട്രൽ കപ്പ് ഒരു തവണ മേടിച്ചത് കൊണ്ട്. അപ്പോൾ ഞാൻ പറയാം ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കിപ്പോൾ അതൊരു ബുദ്ധിമുട്ടില്ല. ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ടിപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ആ ശ്രദ്ധ നമ്മളൊന്ന് ലൈഫ് ലോങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മൾ സ്റ്റേ ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും. അപ്പോൾ PCODയുമായി ബന്ധപ്പെട്ട് എന്തായാലും ഞാൻ ഇനിയൊരു വീഡിയോ ചെയ്യുന്നുണ്ടാവില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ PCOD വലിയൊരു പ്രശ്നമാണെന്ന് വിചാരിച്ചിരിക്കുന്നവരോട് PCOD അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതേ കുറച്ചിങ്ങനെ ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആവാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റാ.